പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമായിട്ട് ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഓരോ നാളുകളും ഓരോ സെക്കൻഡുകളും ആ നമുക്ക് നൽകുന്ന കർത്താവിന്, നമുക്ക് ആ ദിവസത്തെ നൽകുന്ന, ആ സമയത്ത് നൽകുന്ന, ആ ദിവസത്തെ നൽകുന്ന കർത്താവിനോടുള്ള ആ ബന്ധത്തിൽ, കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ വർദ്ധിച്ചു വരുവാനായിട്ട് ആമേൻ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ ദിവസം നമുക്ക് ഏറ്റവും പ്രയോജനകരമായി തീരും. അതാ നിങ്ങൾ മറക്കരുത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്, ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഹല്ലേലൂയ കർത്താവിനോട് ചേർന്നിരിക്കാനായിട്ടുള്ള നമ്മുടെ മനസ്സ്. അതേ പ്രിയപ്പെട്ടവരെ, അത് വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഈ ഓരോ ദിവസം, ഓരോ വർഷം, ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ നാളുകളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അതെ കർത്താവ് എനിക്ക് നൽകി ഈ ദിവസം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനായിട്ട്, കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാനായിട്ട്, കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താനായിട്ട് കർത്താവ് എനിക്ക് നൽകുന്ന സന്ദർഭമാണ്, അവസരമാണ് എന്ന ബോധ്യത്തിൽ നാം നിൽക്കുമ്പോൾ ഓരോ ദിവസവും നമുക്ക് സന്തോഷകരമായി തീരും. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവവചനത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തില് 7-ാം വാക്യം 8-ാം വാക്യം, ദാവീദിന്റെ താക്കോലുള്ളവനും വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കും, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ ഈ വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് കർത്താവിനെ കുറിച്ചാണ്. അവൻ സത്യവാനാണ്, അവൻ വിശുദ്ധനാണ്, ദാവീദിന്റെ താക്കോലുള്ളവൻ. അവനെ കുറിച്ച് ഇവിടെ പറയുന്നത് ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ. അത് നമ്മുടെ കർത്താവിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അല്ലേ. കർത്താവ് ചെയ്താൽ അതിനെ വീറ്റോ ചെയ്യാൻ, അതിനെ മറികടക്കാൻ കപ്പാസിറ്റി ഉള്ള ആർക്കും അത് പറ്റത്തില്ല. കർത്താവ് സൗഖ്യമാക്കിയ പിന്നെ ആർക്കും സൗഖ്യത്തെ എടുത്തു മാറ്റാൻ പറ്റില്ല. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അത് മാറ്റമില്ല. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റമേ. നമ്മൾ ഇവിടെ ഈ വചനത്തിൽ കാണുന്നത് ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നത്, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നത്. അത് എന്റെ കർത്താവ് ആർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം നമ്മുടെ ജീവിതത്തിൽ വാതിലുകൾ തുറക്കുന്നവർ, ആർക്കും അടയ്ക്കാൻ കഴിയാതെ. അതേ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിത യാത്രയിൽ നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നെങ്കിലും, ഏതൊക്കെ വെല്ലുവിളികളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നെങ്കിലും, എൻ്റെ കർത്താവ് തുറന്നാൽ ആർക്കും ആ വാതിൽ അടയ്ക്കാൻ സാധ്യമല്ല. എൻ്റെ കർത്താവിൻ്റെ തുറന്ന വാതിലുകൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വാതിലുകൾ, ഹല്ലേലൂയ, അത് അവൻ തുറന്നതാണ്, ആർക്കും അടയ്ക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാഹചര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടാറുണ്ട്. ഭാവിയെക്കുറിച്ച്, നാളെയെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടാറുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും മറക്കരുത്, നമ്മുടെ കർത്താവ് നമ്മുടെ ഭാവിയെ നമുക്കറിയാവുന്നതിനേക്കാളും, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അറിയാവുന്നതിനേക്കാളും വളരെ വ്യക്തമായി നമ്മുടെ ഭാവിയെക്കുറിച്ച് അറിയാവുന്നവരാണ് കർത്താവ്. അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ അല്ലെങ്കിൽ നാളെ നന്മയായത് എന്താണോ അതാ കർത്താവ് ഇന്ന് ചെയ്യുന്നത്. നമുക്ക് അപ്പോഴപ്പോൾ ആവശ്യമുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ കർത്താവ് ചെയ്യുന്ന അങ്ങനല്ല. ഹല്ലേലൂയ, നമ്മുടെ ഭാവിയെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവനാണ് കർത്താവ്. ഇന്നൊരു കാര്യം ചെയ്താൽ അതിന്റെ റിസൾട്ട് നാളെ എന്താകും നമ്മുടെ കർത്താവിന് അറിയാം. അത് അവൻ അറിഞ്ഞുകൊണ്ട്, അത് ആ അറിവോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നുണ്ട് നമ്മുടെ കർത്താവ്. നമുക്കിവിടെ ഈ വാക്യത്തിൽ വായിക്കുമ്പോൾ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നു. അതെ, ഇന്ന് ചില ബന്ധങ്ങളെ കർത്താവ് തരുമ്പോൾ, ചില പദവി നമുക്ക് തരുമ്പോൾ, ചിലപ്പോൾ നമുക്ക് ചില കഴിവുകൾ നമുക്കുള്ളപ്പോൾ, ചില ഭാഷയുടെ കഴിവായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയായിരിക്കാം, നമ്മളതിനെ നിസ്സാരമായിട്ട് കാണും. പക്ഷേ കർത്താവിന് അറിയാം ആ സ്കിൽ, ആ ഒരു കഴിവ് പിന്നത്തെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു താക്കോലായിട്ട് അത് മാറും. അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് തുറന്നു വെച്ചിരിക്കുന്ന വാതിൽ ആർക്കും അടയ്ക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ പരിമിതിപ്പെട്ടവരായി, തകർന്നവരായി, നിരാശയോടുകൂടെ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾ മറക്കരുത്,
നിങ്ങളുടെ മുമ്പിൽ വാതിൽ തുറന്നു വെച്ചിരിക്കുന്ന കർത്താവ്, വാതിൽ തുറന്നു വെച്ചിരിക്കുന്ന കർത്താവ് ഒരു നാളും അത് അടയാൻ അനുവദിക്കത്തില്ല, അടയാനും അനുവദിക്കത്തില്ല, വേറെ ആരും അത് അടയ്ക്കാനും അനുവദിക്കത്തില്ല. അതെ, എന്റെ കർത്താവ് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 45-ാം അധ്യായത്തില് അതിന്റെ 1-ാം വാക്യം, 2-ാം വാക്യം, അതിന്റെ 3-ാം വാക്യം, ഞാൻ ആ 3 വാക്യങ്ങളെ ഞാനൊന്ന് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 45-ാം അധ്യായത്തില് 1, 2, 3 വാക്യങ്ങൾ. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളിച്ചെയ്തു: അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചുകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രമാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയുകയും ചെയ്യും. നിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രായേലിന്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ഈ 3 വാക്യങ്ങൾ, 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എന്റെ അഭിഷിക്തന്റെ കൈ പിടിച്ചിരിക്കുന്നു, ഞാൻ അവന്റെ കൈ പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്തിനാണ്? ആമേൻ. ഹല്ലേലൂയ. ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചുകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ ഒരിക്കലും അവന് മുമ്പിൽ അടയാതിരിക്കുകയും ചെയ്യേണ്ടതിന്. അതെ, ഹല്ലേലൂയ. അവിടെ കോരശ് എന്ന് പറയുന്ന രാജാവിനോട് തന്നെ പറയുന്ന കാര്യം, ജാതികളുടെ രാജാവ് അവനോട് പറയുന്ന ഒരു കാര്യമാണ്. അവനോട് പറയുന്ന ഒരു കാര്യമാണിത്: ജാതികളെ കീഴടക്കി എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളെ പിടിച്ചടക്കുവാനും രാജാക്കന്മാരുടെ അരക്കച്ചകൾ അഴിക്കുവാനും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരുടെ സ്ഥാനത്തിൽ നിന്ന് അവരെ മാറ്റാനായിട്ട്. അതായത് ഒരു എന്താ പറയുന്നത്, നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും ചിലത് നമ്മളെ വാഴും. രോഗം, ശാപം, സാമ്പത്തികമായ വിഷയങ്ങൾ, ചിലത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് നിൽക്കും. അത് കൺട്രോൾ ചെയ്യുന്നതായിട്ട് അവിടെ നിൽക്കും. പക്ഷെ ഇവിടെ പറയുന്നത് അതിന്റെ അരക്കച്ചകളെ അഴിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള പവർ ഇല്ലാതാക്കുക, നിർവീര്യമാക്കുക. നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു വലിയൊരു കാര്യം എന്താ? സാമ്പത്തികമായിട്ടുള്ള വിഷയം ഉണ്ട്, പക്ഷെ ആ വിഷയത്തെക്കാൾ വലുതാണ് ആ സാമ്പത്തിക വിഷയത്തെക്കുറിച്ചുള്ള ഭാരം. രോഗമുണ്ട്, ആ രോഗത്തെക്കാൾ വലിയ പ്രശ്നമാണ് രോഗത്തെക്കുറിച്ചുള്ള ഭാരം, അല്ലെ? ഹല്ലേലൂയ. കടത്തെക്കാൾ വലുതാണ് കടഭാരം. ഇവിടെ പറയുന്നത് അരക്കച്ചകളെ അഴിക്കുക എന്ന് പറഞ്ഞാൽ അവൻ നിങ്ങളുടെ ജീവിതത്തിന് മേൽ ചിലതൊക്കെ അധികാരത്തോടെ ബലത്തോടെ നിൽക്കുമ്പോൾ അതിന്റെ അധികാരത്തെ നിർവീര്യമാക്കുക, അതിന്റെ പൊസിഷനെ മാറ്റുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വാഴുമ്പോൾ, അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആമേൻ ഏറ്റവും ഉന്നതമായ നിലയിൽ എന്ന പോലെ നിങ്ങൾക്ക് വിരോധമായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ആമേൻ നിങ്ങളുടെ നന്മകൾക്കും നിങ്ങളുടെ അനുഗ്രഹത്തിനും നിങ്ങളുടെ ഉയർച്ചയ്ക്കും വിരോധമായി അത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ആ നിങ്ങളുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന ചിലതിനെ, അതിന്റെ അധികാരത്തെ തകർത്ത് കളയാനായിട്ട് കർത്താവ് നിങ്ങളുടെ കൈ പിടിച്ചിരിക്കുകയാണ്. ഇന്ന് ദാരിദ്ര്യമാണോ നിങ്ങൾ വാഴുന്നത്? ആ ദാരിദ്ര്യത്തിന്റെ അവസ്ഥകളെ, അതിന്റെ പവറിനെ, ആ ദാരിദ്ര്യം അല്ലെങ്കിൽ സാമ്പത്തിക പ്രതികൂലത്തിന്റെ അതിന്റെ ശക്തിയെ ഇല്ലായ്മയാക്കാനായിട്ട് കർത്താവ് നിങ്ങളുടെ കരം പിടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസ്വസ്ഥതയാണോ? ആ അസ്വസ്ഥതകൾ ഇല്ലാതാക്കാൻ കർത്താവ് നിങ്ങളുടെ കരം പിടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നിരാശയാണോ? ആ നിരാശയുടെ പവറിനെ ഇല്ലാതാക്കാൻ കർത്താവ് നിങ്ങളുടെ കരം പിടിച്ചിരിക്കുക. ആമേൻ. കർത്താവ് നിങ്ങളുടെ കരം പിടിച്ചിരിക്കുക. ഹല്ലേലൂയ. അതിനോട് ചേർന്ന് പറയുന്ന ഒരു കാര്യമാണ് വാതിലുകൾ അവന് മുമ്പിൽ അടയാതിരിക്കേണ്ടതിനും, ഹല്ലേലൂയ, വാതിലുകൾ അവന് മുമ്പിൽ തുറന്നിരിക്കേണ്ടതിനും ഞാൻ അവന്റെ കൈ പിടിച്ചിരിക്കുക. എന്നാൽ ഈ ഏത് വാതിലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? വാതിൽ അടയാതിരിക്കുക, വാതിൽ തുറന്നിരിക്കുക, ഏത് വാതിലുകളെ കുറിച്ചാണ് പറയുന്നത്? അവിടെയാണ് 2-ാമത്തെ വാക്യത്തിന്റെ പ്രസക്തി. ഇവിടെ പറയുന്നത് ഞാൻ അവന്റെ കൈ പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഞാൻ അവന്റെ മുൻപേ പോകും, ഞാൻ നിന്റെ മുൻപേ പോകും. അഥവാ ശരിക്കും നമ്മൾ ആദ്യം വായിക്കേണ്ടത് 2-ാമത്തെ വാക്യം, ആദ്യം മനസ്സിലാക്കേണ്ടത് 2-ാമത്തെ വാക്യം. അതായത് കർത്താവ് നമ്മുടെ മുൻപേ പോകുന്നവനാണ്. നമ്മുടെ കർത്താവ് നമുക്ക് മുൻപേ പോകുന്നവനാണ്. നമ്മുടെ മുൻപേ പോയി അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ. അവിടെ വാക്യത്തിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്: ദുർഘടങ്ങളെ സമഭൂമിയാക്കി. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മുടെ മുൻപേ പോകുന്നതിന് ദുർഘടമായി കിടക്കുന്നതും, ഹല്ലേലൂയ, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം, ആമേൻ, ഹല്ലേലൂയ, ആ വിഷമതകൾ നിറഞ്ഞിരിക്കുന്ന അവസ്ഥ, ദുർഘടം നിറഞ്ഞ അവസ്ഥ, ആ വഴികളിൽ ആകെ ആമേൻ പ്രയാസങ്ങൾ നിറഞ്ഞിരിക്കുന്ന അവസ്ഥ, ഒരു വിധത്തിലും ആ വഴിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തവണ്ണമുള്ള പ്രതിസന്ധികളിൽ കൂടെ പോകുന്ന അവസ്ഥ,
ഹല്ലേലൂയ. ഒരു വിധത്തിലും ചുവടുകൾ മുന്നോട്ട് വെക്കാൻ കഴിയാതെ, ഒരു വിധത്തിലും ഹല്ലേലൂയ മുന്നോട്ട് പോകാൻ കഴിയാത്ത പോലെ സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് പോകാൻ കഴിയാത്ത സ്ഥലത്ത്, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥലത്ത്, നിങ്ങൾക്ക് മുൻപോട്ട് ചുവടുകൾ എടുത്ത് വെക്കാൻ കഴിയാത്ത സ്ഥലത്ത്, ആമേൻ, ഹല്ലേലൂയ, എന്റെ കർത്താവ് മുൻപേ പോവുക മാത്രമല്ല, ആമേൻ, അവൻ ദുർഘടങ്ങളെ സമഭൂമിയാക്കും. അവൻ ദുർഘടങ്ങളെ സമഭൂമിയാക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ദൈവജനത്തെ മിസ്രയീമിൽ നിന്ന് വിട്ടുവെച്ച്, ആമേൻ, അവർക്ക് അവരുടെ ജീവിതത്തിൽ അവരെ വാഗ്ദത്ത ദേശത്തേക്ക് നടത്തിയപ്പോൾ നമ്മൾ വചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, അവൻ അവർക്ക് അഗ്നിസ്തംഭമായി അവരുടെ മുൻപേ പോയി, മേഘസ്തംഭമായി അവരുടെ മുൻപേ പോയി. അവരുടെ മുൻപേ കർത്താവ് പോയതുകൊണ്ട് എന്താണ് ഗുണമുണ്ടായത്? നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാ, ചെങ്കടൽ അവൻ മുൻപേ പോയതുകൊണ്ട് അത് രണ്ടായിട്ട് വിഭാഗിക്കപ്പെട്ടു. അവൻ മുൻപേ പോയതുകൊണ്ട് ഹല്ലേലൂയ, അവര് മുൻപേ പോയപ്പോൾ അവരെ പ്രതികരിച്ച്, അവരെ പ്രതിരോധിച്ച ശത്രുവിനെയും രാജാക്കന്മാരെയും ദേശങ്ങളെയും തകർത്ത് കളയാൻ ഹല്ലേലൂയ അവൻ ശക്തനായിരുന്നു. ഹല്ലേലൂയ. അവൻ മുൻപേ പോകുന്നതുകൊണ്ട്, ഹല്ലേലൂയ, മുൻപേ പോകുന്ന ദൈവമാകൊണ്ട് അവസ്ഥകളെ മാറ്റാനായിട്ട്, സാഹചര്യങ്ങളെ മാറ്റിമറിക്കാനായിട്ട് ദൈവം ശക്തനാണ്. ദൈവം ശക്തനാണ്. മറക്കരുത്, ദൈവം ശക്തനാണ്. ആമേൻ. ഹല്ലേലൂയ. അവൻ മുൻപേ പോകുന്നത് ദുർഘടങ്ങളെ സമഭൂമിയാക്കാനായിട്ട്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ജീവിതത്തിനകത്ത് നാളെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. അടുത്ത മാസം, അടുത്ത വർഷം എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വലിയ പ്രയാസത്തിലാണ്, ഞാൻ എങ്ങനെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന എനിക്കറിയത്തില്ല, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, എങ്ങനെ ചുവടുകൾ മുന്നോട്ട് വയ്ക്കും എനിക്കറിയത്തില്ല. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ അകത്തൊരു ബോധ്യമുണ്ടോ? നമ്മുടെ കർത്താവ് നിങ്ങൾക്ക് മുൻപേ പോകുന്നവനാണ്. നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് മുൻപേ പോകുന്നവനാണ്. നിങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി സാഹചര്യങ്ങളെ, ദുർഘടങ്ങളെ സമഭൂമിയാക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ കൈപിടിച്ച് നടക്കുന്നവൻ മാത്രമല്ല, അവൻ നിങ്ങളുടെ മുൻപേ പോയി. അതെ, നിങ്ങളുടെ ദുർഘടങ്ങളെ, ഹല്ലേലൂയ, നിങ്ങൾ ഹല്ലേലൂയ വരുന്ന വർഷങ്ങളിലും ഫേസ് ചെയ്യേണ്ടതായി വരുന്ന, നിങ്ങൾ അഭിമുഖീകരിക്കേണ്ട വരുന്ന പല വെല്ലുവിളികളിലും അവൻ ഓൾറെഡി അവിടുത്തെ ദുർഘടങ്ങളെ സമഭൂമിയാക്കി. ഹല്ലേലൂയ. നിനക്ക് നേരെ അവൻ ആ വഴിയിൽ സുഗമമായി നടക്കത്തക്കവണ്ണം ആ ദുർഘടങ്ങളെ അവൻ സമഭൂമിയാക്കുന്നവനാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ദുർഘടങ്ങളെ സമഭൂമിയാക്കുന്നവൻ. എന്നാൽ ദുർഘടങ്ങളെ സമഭൂമിയാക്കുന്ന ദൈവത്തെക്കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത്. അവൻ നിങ്ങളുടെ മുൻപേ പോയി താമ്രവാതിലുകളെ തകർത്ത്, ആമേൻ, ചിന്തിച്ചു നോക്കുക, താമ്രവാതിലുകളെ തകർക്കുക. താമ്രവാതില്, ബ്രാസ്, ഹല്ലേലൂയ. അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, ചിന്തിച്ചു നോക്കുക, ഒരു ചെറിയ വീടാണെങ്കിൽ അതിന്റെ നിലയിലുള്ള സുരക്ഷിതത്വമാണ് അവർ കരുതുന്നത്, അല്ലെ? ആ വീട്ടിനകത്ത് വേറെ വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും ഇല്ലെങ്കിൽ ആ വീടിന്റെ ചുറ്റുമതിലുകളും ആ വീടിന്റെ വാതിലുമൊക്കെ അത്ര കണ്ട് ബലമുള്ളതായിരിക്കണമെന്നില്ല. എന്നാൽ അല്പം കൂടെ ധനവാന്മാരാകും, അല്ലെങ്കിൽ അത്യാവശ്യം ചില ചുറ്റുപാടുകൾ ഉള്ളപ്പോൾ അവർ അതനുസരിച്ച് ആ വീടിന്റെ സുരക്ഷിതത്വത്തെ ക്രമീകരിക്കും. വാതിലുകളും ഗേറ്റും എല്ലാം, മതിൽക്കെട്ടും ഒക്കെ അതനുസരിച്ചായിരിക്കും, ചുറ്റുവേലികളൊക്കെ അങ്ങനെയായിരിക്കും. എന്നാൽ അല്പം കൂടെ ധനവാന്മാരാണെങ്കിൽ ചുറ്റും വളരെ സ്ട്രോങ് ആയിട്ടുള്ള മതിൽ കെട്ടുകയും നല്ല ഉറപ്പുള്ള ഗേറ്റ് ഒക്കെ വയ്ക്കുകയും ചെയ്യും. എന്നാൽ വളരെ ധനവാന്മാരാണെങ്കിലോ അതിന് വളരെ ശക്തമായ മതിൽ കെട്ടുകയും വളരെ ഉറപ്പുള്ള ഗേറ്റ് ഇടുകയും അതുപോലെ തന്നെ കാവൽക്കാരെ നിർത്തുകയും ഒക്കെ ചെയ്യും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ താമ്രവാതിൽ എന്ന് പറഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ള നിക്ഷേപങ്ങൾ, വളരെ ഉയർന്ന നിലയിലുള്ളത് ഉള്ള സ്ഥലത്താണ് ഇത്ര ശക്തമേറിയ സുരക്ഷിതത്വം ഉള്ളത്. അവിടെ താമ്രവാതിലുകൾ കാരണം അവിടെ വിലപിടിപ്പുള്ള ചിലത് മറഞ്ഞിരിപ്പുണ്ട്, ശ്രേഷ്ഠമായത് ചിലത് മറഞ്ഞിരിപ്പുണ്ട്. പക്ഷെ അത് നിന്റെ കയ്യിൽ നിനക്കുള്ളതാ, നിനക്ക് വേണ്ടി അവകാശപ്പെട്ടതാ. പക്ഷെ അത് നിനക്ക് തരാതെ വണ്ണം അവൻ ചില വേലി കെട്ടി, അവൻ ചില മതിലുകൾ അതുപോലെ തന്നെ വാതിൽ കെട്ടി അതിനെ അടച്ചു വെച്ചിരിക്കുമ്പോൾ ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നത് താമ്രവാതിലുകൾ തകർക്കുന്ന ദൈവം. ഞാൻ നിനക്ക് മുൻപേ പോയി ഹല്ലേലൂയ, ഈ വാതിലിന്റെ അവിടെ വരെ എത്തണമല്ലോ, അതിന് വഴിയല്ലേ. ആ വഴിയിൽ നിനക്ക് യാത്ര ചെയ്യാനുള്ള ദുർഘടങ്ങളെ അവൻ സമഭൂമിയാക്കും. നീ വാതിലിന് അവിടെ എത്തുമ്പോൾ ആ താമ്രവാതിൽ നിന്റെ മുമ്പിൽ അടച്ചിരിക്കുക. പക്ഷെ എന്റെ കർത്താവ് ആ നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ അവൻ തുറക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ ആമേൻ ഹല്ലേലൂയ ശ്രേഷ്ഠമേറിയ ചിലത്, നിങ്ങൾക്ക് അവകാശപ്പെട്ടത്, നിങ്ങൾ അതിനെ സ്വന്തമാക്കാതെ വണ്ണം, നിങ്ങൾ ആ അവകാശത്തെ പ്രാപിക്കാതിരിക്കത്തക്കവണ്ണം നിങ്ങളുടെ മുമ്പിൽ ചില ഉന്നതമായ വാതിലുകൾ, ശ്രേഷ്ഠമേറിയ ശക്തമേറിയ ചില വാതിലുകൾ, ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇവിടെ ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു,
ഹല്ലേലൂയ താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച്, ഹല്ലേലൂയ താമ്രവാതിലുകളെ തകർക്കുക, ആ വാതിലുകളെ തകർക്കുക. ഓടാമ്പൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഹല്ലേലൂയ ആ രണ്ട് വാതിലുകൾ ചേർന്ന് നിൽക്കുന്ന, അതിനെ കൂട്ടിച്ചേർത്ത് നിർത്തുന്ന, അതിനെ ഉറപ്പുള്ളതാക്കി അതിനെ ലോക്ക് ചെയ്യുന്നതാണ്, അതിനെ ഉറപ്പിക്കുന്നതാണ് ഇരുമ്പോടാമ്പല്. ഹല്ലേലൂയ കർത്താവ് അതിനെ ഉടച്ചു കളയും. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ അങ്ങനെ ഉടച്ചു കളയുന്ന വാതിൽ, അങ്ങനെ ഹല്ലേലൂയ ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് താമ്രവാതിലുകൾ തകർത്ത്, ഞാൻ പറയട്ടെ, ഈ പുതിയ വർഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ അനേക വാഗ്ദത്തങ്ങളെ നിങ്ങൾ പ്രാപിച്ചവരാം. പക്ഷേ ആ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാനുള്ള താക്കോല് നിങ്ങൾക്കറിയില്ല. ഹല്ലേലൂയ താക്കോൽ ഒരൊറ്റ കാര്യമുള്ളൂ. ഹല്ലേലൂയ 2 കൊരിന്ത്യർ ലേഖനം 1:20 ഇങ്ങനെയാണ് പറയുന്നത്, ഹല്ലേലൂയ ദൈവത്തിൽ എത്ര വാഗ്ദത്തങ്ങളുണ്ടോ അതെല്ലാം ഉവ്വെന്നത്രേ. ആമേൻ. ഹല്ലേലൂയ അത് ഹല്ലേലൂയ ക്രിസ്തുവിൽ ഉവ്വെന്ന്, യെസ് എന്നും ആമേൻ എന്നുവ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ എത്രത്തോളം ഹല്ലേലൂയ ക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതത്തെ തിരിച്ചറിയുന്നു, ക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം തിരിച്ചറിയുന്നു, ഹല്ലേലൂയ അത്രത്തോളം ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വാതിലുകൾ തുറന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ ക്രിസ്തുവിലായ നിങ്ങളുടെ മുമ്പിൽ ഒരു വാതിലും അടഞ്ഞു കിടക്കത്തില്ല. ഹല്ലേലൂയ കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, ഹല്ലേലൂയ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. അതെ, മഹത്വത്തിന്റെ രാജാവ് വരുന്നിടത്ത് വാതിൽ അടഞ്ഞു കിടക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ മഹത്വത്തിന്റെ രാജാവ് വരുന്നിടത്ത് വാതിൽ പൂട്ടിക്കിടക്കത്തില്ല. മഹത്വത്തിന്റെ രാജാവ് വരുന്ന സ്ഥലത്ത് ആ വാതിലുകൾ തുറക്കപ്പെടും. ഇന്ന് യേശുവിന്റെ നാമത്തെ ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ ഹല്ലേലൂയ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ മഹത്വത്തിന്റെ രാജാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട്, ക്രിസ്തു നിങ്ങളിലുള്ളത് കൊണ്ട് ഹല്ലേലൂയ അവൻ ദുർഘടങ്ങളെ സമഭൂമിയാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുക. എങ്ങനെയാണെന്നറിയാമോ? ഈ വെളിപ്പാട് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോഴാണ്. എന്ത് വെളിപ്പാടാ? ക്രിസ്തു എന്റെ അകത്ത് വസിക്കുന്നു, അവന്റെ മഹത്വം എന്റെ അകത്ത് വസിക്കുന്നു, അവന്റെ ജീവൻ എന്റെ അകത്ത് വസിക്കുന്നു. ഈ വെളിപ്പാട് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റും. ഹല്ലേലൂയ ഈ വെളിപ്പാട് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റിമറിക്കും. ആമേൻ. ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രയാസങ്ങളെയും ഒരു പ്രശ്നങ്ങളെയും കണ്ട് നിങ്ങൾ പതറരുത്. ഹല്ലേലൂയ താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച്, ആമേൻ, നിങ്ങളുടെ മുമ്പിൽ ഉള്ള വഴികളെ, ആമേൻ, ദുർഘടങ്ങളെ സമഭൂമിയാക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ സമഭൂമിയാക്കുന്ന ഒരു ദൈവം അവൻ നിങ്ങളുടെ കൈ പിടിച്ചിരിക്കുക. നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുന്ന വാതിൽ അടയത്തില്ല. നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന വാതിൽ അത് അടയത്തില്ല. യേശുവിന്റെ നാമത്തിൽ അത് അടയത്തില്ല. ആമേൻ. യേശുവിന്റെ നാമത്തിൽ അത് അടയത്തില്ല. നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന ഒരു വാതിലും അടയാൻ സാധ്യതയില്ലാത്തത് അടയത്തില്ല. കാരണം തുറന്നത് കർത്താവാണ്. അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം നമ്മൾ വായിച്ചത്, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ. യെസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറന്നിരിക്കുന്ന വാതിൽ ആരെങ്കിലും അടയ്ക്കാൻ നോക്കിയാൽ അത് ഇംപോസിബിൾ ആണ്. ബിക്കോസ് തുറന്നത് കർത്താവാണ്, ആ വാതിൽ തുറന്നത് കർത്താവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്തുമാണ്, ആമേൻ, ഹല്ലേലൂയ, വാതിൽ തുറന്ന കർത്താവിൽ ഒന്ന് വിശ്വസിക്കാമോ? യെസ്, അവൻ ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച്, ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ അബദ്ധങ്ങൾ കൊണ്ടായിരിക്കും, നിങ്ങൾ ചെയ്ത തെറ്റുകളായിരിക്കും, നിങ്ങളുടെ അറിവില്ലായ്മകളായിരിക്കാം, നിങ്ങളുടെ കുറവുകളായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ വാതിൽ അടഞ്ഞു കിടക്കാനുള്ള കാരണം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ഹല്ലേലൂയ, നിങ്ങൾ അവിടെ നോക്കി ആ സിറ്റുവേഷനെ കണ്ട് നിങ്ങൾ തന്നെ തളർന്നു പോകരുത്, നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തരുത്, നിങ്ങളെ തന്നെ ഹല്ലേലൂയ പഴിച്ച് ജീവിതത്തെ നാളുകളെ തള്ളിക്കളയരുത്. കർത്താവിലുള്ള ബോധ്യവും ഉറപ്പുമുള്ളവരായിട്ട് ഓരോ ചുവടിലും ദൈവകൃപയിൽ മുന്നോട്ട് പോവുക. കാരണം നിങ്ങളുടെ കരം പിടിച്ചിരിക്കുന്ന ദൈവം നിങ്ങളുടെ മുൻപേ പോയി ദുർഘടങ്ങളെ സമഭൂമിയാക്കിയിരിക്കുകയാണ്. ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് താമ്രവാതിലുകളെ തകർത്തു കളഞ്ഞിരിക്കുകയാണ്. അവന്റെ കൈ പിടിച്ച് മുന്നോട്ട് പോവുക. ഹല്ലേലൂയ. ആ കരം പിടിച്ച് മുന്നോട്ട് പോവുക. കാരണം നിങ്ങളുടെ മുമ്പിൽ വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. ആമേൻ. ഈ ദിവസങ്ങളിൽ ഇതുവരെയും കഴിഞ്ഞ വർഷങ്ങളിൽ നടക്കാതിരുന്നത്, കഴിഞ്ഞ മാസങ്ങളിൽ നടക്കാതിരുന്നത്, ഞാൻ പറയട്ടെ, നിങ്ങളുടെ കഴിഞ്ഞ തലമുറകളിൽ ഒരിക്കലും കേട്ടുകേൾവി പോലും ഇല്ലാത്ത അത്ഭുതങ്ങൾ നിങ്ങളിലൂടെ ചെയ്യാൻ കർത്താവ് മതിയാകുക. ഹല്ലേലൂയ.
കേട്ടുകേൾവി പോലും ഇല്ലാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത്, ഹല്ലേലൂയ, നിങ്ങളുടെ ആത്മീക ജീവിതമോ ഭൗതിക എന്തുമാട്ടെ, ആ ജീവിതത്തിൽ ഇന്നുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത അത്ഭുതകരമായ പ്രവർത്തികൾ ചെയ്യാനായിട്ട് എന്റെ ദൈവം മതിയായവൻ. അത് ഈ ദിവസങ്ങളിൽ അവൻ ആ നിലയിൽ നിങ്ങളുടെ മുമ്പിൽ വാതിലുകൾ തുറന്നു വെച്ചിരിക്കുക. നിങ്ങൾ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട, പതറേണ്ട. നിങ്ങളുടെ മുമ്പിൽ വാതിലുകൾ തുറന്നു വെച്ചിരിക്കുക. ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച്, താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച്, അവൻ ഹല്ലേലൂയ ദുർഘടങ്ങളെ സമഭൂമിയാക്കിയിരിക്കുക. എന്നിട്ട് ആ തുറന്ന വാതിലുകളുടെ മുമ്പിൽ നിങ്ങളുടെ കരം പിടിച്ച് അവൻ നിൽക്കുക. ആ വാതിലിനി അടയത്തില്ല, ആ വാതിലിനി അടയത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ചില വാതിലുകൾ, തുറന്ന വാതിലിനെ കുറിച്ച് ഭയാശങ്കയുണ്ടോ? ഇത് അടഞ്ഞു പോകുമോ? ഈ സാഹചര്യം തീർന്നു പോകുമോ? ഈ ബന്ധം നഷ്ടപ്പെട്ടു പോകുമോ? ആ ഒരു സാഹചര്യം എനിക്ക് നഷ്ടപ്പെടുമോ? ആ ഒരു തുറന്ന വാതിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ? ആ ഒരു ചാൻസ് എനിക്ക് നഷ്ടപ്പെട്ടു? ഇല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചത് കർത്താവ് അതിനെ ക്രിസ്തുവിനെ നാളോളം തികയ്ക്കാൻ തുറന്നവൻ മതിയായവനാ. നിങ്ങളിൽ ആരംഭിച്ച ദൈവം മതിയായവനാ. അതുകൊണ്ട് സാഹചര്യങ്ങളെ കണ്ട് പതറി തളർന്ന് നിരാശപ്പെട്ട് നിലവിളിച്ചല്ല നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. ഓരോ നാളും ഉറപ്പോടെ, ധൈര്യത്തോടെ, ബോധ്യത്തോടുകൂടെ മുന്നോട്ട്. ആമേൻ, ഹല്ലേലൂയ. വാതിൽ തുറന്നവൻ ആമേൻ ഒരു നാളും ഹല്ലേലൂയ അത്രയും പണി ചെയ്തിട്ട് അത് വേസ്റ്റ് ആകാൻ അവൻ അനുവദിക്കത്തില്ല. ആ ദുർഘടങ്ങളെ സമഭൂമിയാക്കിയില്ലേ? ആ ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് താമ്രവാതിലുകളെ തുറന്നില്ലേ? അത്രയും ചെയ്തിട്ട് ആ അധ്വാനം വെറുതെ ആകാൻ ദൈവം സമ്മതിക്കത്തില്ല. നെവർ, ഒരു നാളും സമ്മതിക്കത്തില്ല. ഇവിടെ വചനത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് ചെയ്യുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, ആമേൻ, നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും നിനക്ക് തരും. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ പറയുന്നത് ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറവിടങ്ങളിലെ ഗുപ്ത നിധി. ഹല്ലേലൂയ, രണ്ട് കാര്യങ്ങളാണ്. ആമേൻ. നിക്ഷേപം എന്ന് പറയുമ്പോൾ ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആമേൻ, ഹല്ലേലൂയ, കുറേശ്ശെ ആയിട്ട് ചേർത്ത് നമ്മൾ പറയത്തില്ലേ നിക്ഷേപം, ഡെപ്പോസിറ്റ്. ഹല്ലേലൂയ, നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഉണ്ട്. അല്ലാതെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും, നമ്മുടെ എവറി മന്ത് ഇൻകത്തിൽ നമ്മൾ കുറച്ച് ഡെപ്പോസിറ്റ്, കുറച്ച് നിക്ഷേപങ്ങൾ ഇങ്ങനെ ചേർത്ത് പലരും അവരുടെ വരുമാനത്തിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അത് എന്താണ്? അത് നിക്ഷേപമാണ്. എന്നാൽ ഗുപ്ത നിധി എന്ന് പറയുന്നത് ഹല്ലേലൂയ തലമുറയായി നിൽക്കുന്ന വലിയ സമ്പത്ത്. ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, അത് ഇത് ഈ നിക്ഷേപത്തെയൊക്കെ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, നമുക്കൊന്നും അളന്നും തൂക്കിയൊക്കെ നോക്കാൻ പറ്റും. പക്ഷെ ഗുപ്ത നിധിയെ ഒരിക്കലും അളന്നും തൂക്കിയൊന്നും നോക്കാൻ കഴിയത്തില്ല. കാരണം അത് തലമുറകളായി കൈമാറപ്പെട്ട വലിയ സമ്പത്താണ്. ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ വേണ്ടി ഒരു വിളി കിടപ്പുണ്ട്. ആ വിളിയെക്കുറിച്ച് നാട്ടുകാർ പറയും, എന്തിനാ ഇത്ര വലിയ കാര്യം ചെയ്യുന്നത്? അതിന്റെ ആവശ്യമുണ്ട്, അത് ചെയ്യാൻ പറ്റുമോ? നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ചില വാക്കുകൾ കേട്ടേക്കാം, നിരുത്സാഹപ്പെടുത്തുന്ന ചില പെരുമാറ്റം, നിരുത്സാഹപ്പെടുത്തുന്ന ചില ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തിരിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, എത്രമാത്രം നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാലും കേട്ടാലും നിങ്ങൾ മടിക്കരുത്, നിങ്ങൾ ഭയന്നു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. നിങ്ങളുടെ ഉള്ളിൽ അസാധാരണമായ ഒരു ധൈര്യത്തെ ബിൽഡ് ചെയ്യണം. കാരണം എന്റെ മുമ്പിൽ എന്റെ കർത്താവ് താമ്രവാതിലുകളെ തകർത്തത്, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളഞ്ഞത്, ഇത്ര ശക്തമേറിയ വാതിൽ അവിടെ ഉണ്ടാകാൻ കാരണം എന്താ? ഉള്ളിലെ നിക്ഷേപങ്ങൾ ഗുപ്ത നിധി ആയതുകൊണ്ടാണ്, അത് ഏറ്റവും വലുതായതുകൊണ്ടാണ് ഇത്ര വലിയ വാതിൽ അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ എന്റെ കർത്താവ് അതിനെ തുറന്നത് നഷ്ടമല്ല, അത് തുറന്നത് വെറുതെ അല്ല. അല്ലെങ്കിൽ താൻ ശക്തനാണെന്ന് കാണിക്കാനല്ല, എന്നെ പേർജൊല്ലി വിളിച്ചത് അവനാന്ന് അറിയിക്കാനായിട്ട്, എന്നെ വിളിച്ചതും തെരഞ്ഞെടുത്തതും അവനാന്ന് ബോധ്യപ്പെടുത്താനായിട്ട്. ഞാൻ പറയട്ടെ, ഇന്ന് യേശുവിന്റെ നാമത്തിൽ പറയട്ടെ, നിന്റെ ചില വിശ്വാസ പ്രമാണങ്ങൾ, നിന്റെ ചില തെരഞ്ഞെടുപ്പുകൾ, നിന്റെ ചില ദർശനങ്ങളെ നാട്ടുകാരും വീട്ടുകാരും ചോദ്യം ചെയ്യുന്ന പോലെ, തളർത്തിക്കളയുന്ന പോലെ അവസ്ഥയിലാണോ? ഇന്ന് ഞാൻ പറയട്ടെ, ഇല്ലില്ല. ഹല്ലേലൂയ, എന്റെ കർത്താവ് അതുവരെ ചെയ്തില്ലേ? ഹല്ലേലൂയ, നിന്റെ മുമ്പേ പോയി ആ ദുർഘടങ്ങളെ സമഭൂമിയാക്കിയില്ലേ? ഹല്ലേലൂയ, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളഞ്ഞില്ലേ? ആ താമ്രവാതിലുകളെ തുറന്നില്ലേ? അവിടെ തുറന്നിട്ട് ഹല്ലേലൂയ തകർത്ത് കളഞ്ഞ വാതിലിന് മുമ്പിൽ നിന്നെ കൈ പിടിച്ച് കൊണ്ടുവന്ന് അവിടെ നിർത്തിയില്ലേ? ഇതുവരെ കർത്താവ് ചെയ്തെങ്കിൽ ഹല്ലേലൂയ അവൻ നിനക്ക് വേണ്ടി ശ്രേഷ്ഠമായ ചിലത്, ഈ ഉടച്ചു കളഞ്ഞ വാതിലുകളുടെ അകത്ത്, ഉടച്ചു കളഞ്ഞ ഇരുമ്പോടാമ്പലുകളുടെ ഉള്ളില് മറഞ്ഞിരിക്കുന്ന ചില നിക്ഷേപങ്ങളെ, ഇരുട്ടിലെ ചില ഗുപ്ത നിധികളെ, ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിനകത്ത്
അൺഎക്സ്പെക്ടഡ് ഹല്ലേലൂയ നിനക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. ജീവിതത്തിനകത്ത് യോസഫ് അടിമത്വത്തിൽ വന്നു ചേർന്നവനായ യോസഫ്, കാരാഗ്രഹത്തിൽ തടവുപുള്ളിയായിട്ട് മാറിയ യോസഫ് ഒറ്റ ദിവസം കൊണ്ട് ആ ദേശത്തിന്റെ തന്നെ അധിപതിയായി മാറിയ പോലെ ഇന്നലകളിൽ ഹല്ലേലൂയ കീഴ്പ്പെടുത്തിയ ഫറവോന്റെ ഹല്ലേലൂയ പോത്തിഫറിന്റെ ഭവനത്തില് ആ വീട്ടിനകത്ത് ഹല്ലേലൂയ ഇന്നലകളിൽ തന്റെ മേൽ അധികാരത്തോട് നിന്ന ഹല്ലേലൂയ അവിടുത്തെ ആ തടവ് ആ മേധാവിയുടെ അവരുടെ മുമ്പിൽ അവരുടെ ആർക്കും അവനെ തൊടാൻ കഴിയാതവണ്ണം ഇന്നലകളിൽ അവനെ ഹല്ലേലൂയ ഉപദ്രവിച്ച അവനെ വിറ്റ് കളഞ്ഞ സഹോദരങ്ങൾക്ക് അവനെ തൊടാൻ കഴിയാതവണ്ണം അവനെ ഉയർത്തിയെങ്കിൽ അതെ ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും യെസ് ഹല്ലേലൂയ ദാറ്റ് ഈസ് റെഡി ഫോർ യു. അത് റെഡിയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം അങ്ങ് വിശ്വസിച്ചാൽ മതി, എന്റെ കർത്താവ് എന്റെ മുൻപേ പോയി ദുർഘടങ്ങളെ സമഭൂമിയാക്കി വെച്ചിരിക്കുകയാണ്. ഇരുമ്പോടാമ്പലുകൾ തകർത്ത്, താമ്രവാദികളെ തകർത്ത്, ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് യെസ് എന്റെ കൈ പിടിച്ച് ആ തുറന്ന വാതിലിന് മുമ്പിൽ നിൽക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? അവനാണ് എന്നെ വിളിച്ചത് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട്. മനുഷ്യനല്ല വിളിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഒരിക്കലും ഈ ഒരു വിളിയിൽ നിന്നെ സഹായിക്കത്തുമില്ല. അവനാണ് വിളിച്ചതെങ്കിൽ അവൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കും, അവൻ നിനക്ക് വേണ്ടി നിൽക്കും. നീ അത്ഭുതങ്ങളെ കാണും. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ ഹല്ലേലൂയ കർത്താവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിനകത്ത് അങ്ങയുടെ വലിയ വാഗ്ദത്തം നിവർത്തിയാകട്ടെ. തുറന്ന വാതിലുകളുടെ മുമ്പിൽ അവരെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുമ്പോൾ അതേ കർത്താവരുടെ മുമ്പിൽ ഹല്ലേലൂയ വേറൊരു ചോയ്സ് അവരുടെ മുമ്പിലില്ല. കാരണം ഹല്ലേലൂയ അവരുടെ മേൽ വിളിച്ചിരിക്കുന്ന വിളി അങ്ങയുടെ വിളിയാണ്. ആ വിളിക്ക് തക്കവണ്ണം അവർ എത്തണമെങ്കിൽ ഒരു മനുഷ്യനും ആ വിളിയിൽ അവരെ എത്തിക്കാൻ സാധ്യമല്ല. ആ ഒരു മേഖലയിൽ അവരെ തുണയ്ക്കാൻ സാധ്യമല്ല. അങ്ങയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് കർത്താവ് ഈ ദിവസങ്ങളിൽ അങ്ങ് തുറന്ന ചില വാതിലുകളുടെ മുമ്പിൽ, അങ്ങ് ഹല്ലേലൂയ നേരെയാക്കിയ ചില വഴികളുടെ മുമ്പിൽ അവരുടെ കൈ പിടിച്ച് നിർത്തിയിരിക്കുമ്പോൾ ഭാവിയെ കുറിച്ച് ആകുലപ്പെടുന്ന, കുഞ്ഞുങ്ങളെ കുറിച്ച് ഭാരപ്പെടുന്ന, ഹല്ലേലൂയ ജോലിയെ കുറിച്ച് ഭാരപ്പെടുന്ന, ശുശ്രൂഷയെ കുറിച്ച് ഭാരപ്പെടുന്ന, ദർശനങ്ങളെ കുറിച്ചും അവരുടെ വലിയ ആവശ്യങ്ങൾ ഹല്ലേലൂയ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്തുള്ള ഉന്നതമായ ചില ദർശനത്തോടുന്ന് വലിയ ചില ആവശ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് ഹല്ലേലൂയ അവരുടെ മുമ്പിലുള്ള വാതിലുകൾ തുറന്ന വാതിലുകളുടെ കാണത്തക്കൊണ്ട് കണ്ണുകൾ തുറക്കപ്പെടട്ടെ. അവിടേക്ക് അവർ എത്തിപ്പെടട്ടെ. ആ കണക്ഷനിൽ അവരെത്തട്ടെ. അവർക്ക് വേണ്ടി തുറന്നിരിക്കുന്ന, അവർക്ക് വേണ്ടി അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന ചില വ്യക്തി ബന്ധങ്ങളിലേക്ക്, ആ കൂട്ടത്തിലേക്ക് അവർ കണക്റ്റഡ് ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ദിവസങ്ങൾ അവർക്ക് വേണ്ടി അവിടുന്ന് തുറന്നു വെച്ചിരിക്കുന്ന വാതിലുകൾക്ക് നന്ദി. അവസ്ഥകളിൽ വലിയ അസാധാരണമായ ദൈവപ്രവൃത്തിയിലൂടെ വലിയ മാറ്റങ്ങളെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വലിയ വിടുതലിനെ കൽപ്പിക്കുന്നു, വലിയ ജയത്തെ കൽപ്പിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. അവിടുന്ന് മാനിച്ചിരിക്കുന്നതിനെ നന്ദി, അനുഗ്രഹിച്ചിരിക്കുന്നതിനെ സ്തോത്രം. സകലവിധ നന്മകൾ കൊണ്ടും യെസ് ലോർഡ് എല്ലാവിധമായ നന്മകൾ കൊണ്ടും അവരുടെ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കട്ടെ, നിറയട്ടെ, സമൃദ്ധി പ്രാപിക്കട്ടെ ഈ ദിവസങ്ങളിൽ കർത്താവ്. ഹല്ലേലൂയ. ഇത് യഹോവയാൽ സംഭവിച്ചു, ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമാണെന്ന് പറയത്തക്കവണ്ണം, വിസ്മയിക്കത്തക്കവണ്ണം അത്ഭുതങ്ങൾ കർത്താവ് ചെയ്ത് മാനിച്ചിരിക്കുന്നുണ്ട്. നന്ദി കർത്താവ്. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യെസ്, ആ തുറന്ന വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു തന്നെ ഇരിക്കുക, അടയത്തില്ല. ധൈര്യത്തോടെ ഈ വർഷം വലിയ അത്ഭുതത്തിന്റെ വർഷമായി തീരട്ടെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ വർഷം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.